ഇന്നൊരു മന്ത്രവാദിനിയുടെ കഥയാണ് കേട്ടോ. ആരെങ്കിലും തമാശ കാണിച്ചാലോ ശബ്ദമുണ്ടാക്കിയാലോ ഉടനെ ദേഷ്യം വരുന്ന മോഗ എന്ന മന്ത്രവാദിനിയുടെ കഥയാണ്. മോഗയ്ക്ക് ഒരുപാട് മന്ത്രതന്ത്രങ്ങൾ അറിയാമായിരുന്നു. അവളുടെ കയ്യിലെ മന്ത്രവടി വീശി മന്ത്രങ്ങൾ പറഞ്ഞ് എന്തും സൃഷ്ടിക്കാനും നശിപ്പിക്കാനും അവൾക്ക് കഴിയും. ഒരിക്കൽ മോഗ അവൾക്ക് താമസിക്കാൻ സുന്ദരമായൊരു സ്ഥലം കണ്ടെത്താൻ ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും കാട്ടിലൂടെയും എല്ലാം അദൃശ്യയായി സഞ്ചരിച്ചു. ഒടുവിൽ ഒരു വലിയ കാടിന്റെ അരികിലായി അവൾ ഒരു സ്ഥലം കണ്ടെത്തി. ഉടനെ തന്നെ മോഗ മന്ത്രവടി വീശിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഡിങ്കിരി ഡിങ്കിരി ഡം ഡം ഡം, കല്ലും മണ്ണും ഓടിക്കോ, മരവും തടിയും ചാടിക്കോ, വീടൊന്നിവിടെ പൊങ്ങിക്കോ. ആ മന്ത്രം പറഞ്ഞു തീർന്നതും മനോഹരമായൊരു വീട് അവിടെ ഉയർന്നു വന്നു. അവൾ പിന്നെയും പിന്നെയും മന്ത്രങ്ങൾ പറഞ്ഞ് ആ വീടിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി അവിടെ താമസമായി. മോഗയുടെ വീടിനരികിലൂടെ ഒരു വഴിയുണ്ട്. ആ കാട്ടുവഴിയിലൂടെ നടന്നാണ് അയൽ ഗ്രാമത്തിലെ ആളുകൾ വിറക് ശേഖരിക്കാൻ കാട്ടിൽ പോകുന്നത്. മോഗയെ പേടിച്ച് ഒച്ചയുണ്ടാക്കാതെ പതുങ്ങിയാണ് അവർ നടന്നിരുന്നത്. മോഗയ്ക്ക് ദേഷ്യം വന്നാൽ അവൾ അവരെ ശപിച്ച് കല്ലാക്കി മാറ്റിക്കളയും എന്നാണ് അവരുടെ പേടി. അവളുടെ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന 2 കൽപ്രതിമകൾ ഒരിക്കൽ അവൾ ശപിച്ച് കല്ലാക്കി മാറ്റിയ മനുഷ്യരാവും എന്നാണ് ഗ്രാമത്തിലെ ആളുകൾ പറയുന്നത്. മോഗയുടെ വീടിനടുത്തുള്ള കാട്ടിൽ കുറെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുസൃതി കുടുക്കയായ മിക്കു കുരങ്ങനും ബുദ്ധിമാനായ പമ്മനാനയും നീളൻ കഴുത്തുള്ള ഹൂഹു ജിറാഫും ചോപ്പൻ അണ്ണാറക്കണ്ണനും പിന്നെ ഓടിച്ചാടി നടക്കുന്ന പാവം മുയൽക്കുട്ടികളും സുന്ദരി കൊക്കും പച്ചൂസു തത്തയും അങ്ങനെ കുറച്ച് പാവ മൃഗങ്ങളും പിന്നെ കുറേ പക്ഷികളും. ഒരു ദിവസം മിക്കു കുരങ്ങൻ ചാടി കളിക്കുമ്പോൾ മോഗയുടെ വീടിന് മുകളിലിരുന്ന ഒരു പൂച്ചട്ടി അബദ്ധത്തിൽ തട്ടി താഴെയിട്ടു. ഇത് കണ്ട മോഗയ്ക്ക് നല്ല ദേഷ്യം വന്നു. അവൾ അലറി വിളിച്ചു: എന്നെ ശല്യപ്പെടുത്തുന്നോ? അത്രയ്ക്കായോ അഹങ്കാരം? ഇനി മുതൽ ഈ കാട്ടിലെ ഒരു മൃഗത്തിനും ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല, നോക്കിക്കോ. അവൾ വേഗം തന്റെ മന്ത്രവടി വീശി മന്ത്രങ്ങൾ പറഞ്ഞു. ആകാശം അങ്ങനെ പുകയട്ടെ, അണ്ണാൻ കുഞ്ഞെ മിണ്ടാതെ, കാറ്റേ നീയും മിണ്ടാതെ, നാവിന് മുകളിൽ താഴെട്ടാട്ടെ. പെട്ടെന്ന് കാട് നിശബ്ദമായി. പക്ഷികൾക്ക് പാടാൻ കഴിഞ്ഞില്ല, മൃഗങ്ങൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. കാട് ആകെ സങ്കടത്തിലായി. മോഗയ്ക്ക് മൃഗങ്ങളുടെ ദുഃഖത്തിൽ സന്തോഷം തോന്നി. ആ സന്തോഷത്തിൽ അവൾ മന്ത്രപാട്ടുകളുമായി നൃത്തം ചെയ്തു. കരച്ചിൽ മാറ്റേണ്ട, ചിരിക്കേണ്ട, മുത്തു പല്ലുകൾ കാട്ടേണ്ട, ഓടേണ്ട, ചാടേണ്ട, പറക്കേണ്ട, പോ 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 ദൂരെ. മൃഗങ്ങൾ മോഗയുടെ വീടിനടുത്ത് ചെന്ന് അവളുടെ ദയയ്ക്ക് കാത്തു നിന്നു. അവൾ അവരെ തിരിഞ്ഞു പോലും നോക്കിയില്ല. പാവമൃഗങ്ങൾ മിണ്ടാനാവാതെ പരസ്പരം നോക്കി നിന്നു. മോഗ ഒട്ടും കരുണയില്ലാത്തവളാണെന്ന് കാട്ടിലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനസ്സിലായി. അവർ മോഗയുടെ കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു പോംവഴി കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പ്രാവ് അതിവേഗത്തിൽ പറന്നു വന്നത്. ഗ്രാമത്തിലെ വയലുകളിൽ നെന്മണികൾ കൊത്തി തിന്നാൻ ദിവസങ്ങൾക്ക് മുൻപേ പുറപ്പെട്ട സഞ്ചാരിപ്രാവായിരുന്നു അത്. കാട്ടിൽ അസാധാരണമായ എന്തോ സംഭവിച്ചുവെന്ന്
ഗ്രാമത്തിലെ ആളുകൾ പറയുന്നത് കേട്ട് നെന്മണികൾ അവിടെ ഉപേക്ഷിച്ച് നാടുചുറ്റൽ നിർത്തി അവൾ വേഗം കാട്ടിലേക്ക് പറന്നെത്തിയതാണ്. മോഗയുടെ ശാപമന്ത്രമേൽക്കാത്ത കാട്ടിലെ ഏക ജീവി സഞ്ചാരിപ്രാവായിരുന്നു. സഞ്ചാരിപ്രാവിനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പമ്മനാന തന്റെ തുമ്പിക്കൈ മോഗയുടെ വീട്ടിലേക്ക് ചൂണ്ടി ചില ആംഗ്യങ്ങൾ കാണിച്ചു. സഞ്ചാരിപ്രാവിന് പമ്മൻ പറഞ്ഞ കാര്യം ഏറെക്കുറെ പിടികിട്ടി. മോഗയുടെ മന്ത്രവിദ്യകൾക്ക് മറുവിദ്യ അറിയുന്ന ആൾ മന്നവൻകാട്ടിലെ കിങ്ങിണിപ്പൂച്ചയാണെന്നാണ് പമ്മൻ പറഞ്ഞത്. അത് മനസ്സിലാക്കിക്കൊണ്ട് സഞ്ചാരിപ്രാവ് ഒച്ച താഴ്ത്തി പറഞ്ഞു, കൂട്ടുകാരെ, ഞാൻ മന്നവൻകാട്ടിലേക്ക് പോയി മന്ത്രവാദിയായ കിങ്ങിണിപ്പൂച്ചയെ കാണാം. നിങ്ങൾ വിഷമിക്കാതെ സന്തോഷത്തോടെ ഇരിക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് സഞ്ചാരിപ്രാവ് മോഗ കാണാതെ പതിയെ മന്നവൻകാട് ലക്ഷ്യമാക്കി പറന്നു. മന്നവൻകാട്ടിലെത്തി മന്ത്രവാദിയായ കിങ്ങിണിപ്പൂച്ചയെ കണ്ട് സഞ്ചാരിപ്രാവ് മോഗയുടെ ക്രൂരതകളെക്കുറിച്ച് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് കിങ്ങിണിപ്പൂച്ച ഒരു ചെറിയ സഞ്ചിയിൽ കുറച്ച് വിത്തുകൾ നൽകി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നോക്കൂ, ഇതൊരു മാന്ത്രിക വിത്താണ്. ഈ വിത്ത് മോഗയുടെ വീടിന്റെ അതിർത്തിയിൽ വിതറി മുളപ്പിക്കുക. വിത്തുകൾ മുള പൊട്ടിയാലുടൻ തന്നെ മോഗയുടെ ദുർമന്ത്രങ്ങളിൽ നിന്നും കാടും കാട്ടിലെ പക്ഷിമൃഗാദികളും രക്ഷപ്പെടും. വേഗം പറന്നുകൊള്ളൂ. ഇരുട്ടുന്നതിനു മുൻപേ തന്നെ കാടെത്തണം. മന്നവൻ കാടിനോടും കിങ്ങിണിപ്പൂച്ചയോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് സഞ്ചാരിപ്രാവ് വേഗം തന്നെ വിത്തുകൾ നിറച്ച സഞ്ചിയും കൊത്തി പറന്നു. സഞ്ചാരിപ്രാവ് കൊണ്ടുവന്ന വിത്തുകൾ മിക്കു കുരങ്ങൻ മോഗ കാണാതെ മോഗയുടെ വീടിന്റെ അതിർത്തിയിൽ വിതറി. അത്ഭുതമെന്ന് പറയട്ടെ, വിത്തുകൾ മുളപൊട്ടാൻ തുടങ്ങിയതോടെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മിണ്ടാനും പാടാനും കഴിഞ്ഞു. മോഗയുടെ ദുർമന്ത്രങ്ങൾ ഇനി ഒരിക്കലും തങ്ങളെ ബാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യമായി. അവർ സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു. ആ ചിരിശബ്ദം കേട്ട് മോഗ പെട്ടെന്ന് വീടിന് പുറത്തിറങ്ങി ചുറ്റും കണ്ണോടിച്ചു. പക്ഷികൾ വീണ്ടും പാടുന്നു, മൃഗങ്ങൾ മിണ്ടുന്നു. മോഗയ്ക്ക് അപകടം മണത്തു. തൻ്റെ മന്ത്രങ്ങളുടെ ശക്തി മറുമന്ത്രങ്ങൾ കൊണ്ട് ആരോ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. ഇല്ല, അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം മന്ത്രവടി വീശി കഠിന മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. കാൽപാദങ്ങൾ മണ്ണിൽ തറയട്ടെ, കണ്ണിലിരുട്ട് പടരട്ടെ, വഴികൾ പാടെ മറയട്ടെ, ചലിക്കാതെ നിൽക്കു ശില പോലെ, മന്ത്രക്കൂട്ടിൽ കുടുങ്ങു നീ, ഘോര ഘോര കിലു 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 സ്വാഹ. ഇത്തവണ മോഗയുടെ മന്ത്രം ഫലിച്ചില്ല. പക്ഷേ അഹങ്കാരിയായ മോഗ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ വീണ്ടും ദുഷ്ടമന്ത്രങ്ങൾ ജപിച്ചു. അപ്പോഴും ഫലമുണ്ടായില്ല. ദുർമന്ത്രങ്ങൾ പറഞ്ഞത് കാരണം മോഗയുടെ ശക്തി ക്ഷയിച്ചു വന്നു. പെട്ടെന്ന് മോഗയുടെ വീടിന് തീ പിടിച്ചു. ഒന്നും ചെയ്യാനാവാതെ അവൾ ആ തീയിൽ കുടുങ്ങി നോക്കി നിന്നു. മൃഗങ്ങൾ ഇത് കണ്ട് ഓടിയെത്തി. പമ്മനാന തന്റെ തുമ്പിക്കൈയിൽ വെള്ളം കോരി തീയണയ്ക്കാൻ ശ്രമിച്ചു. ഹൂഹു ജിറാഫ് തന്റെ നീളൻ കഴുത്ത് നീട്ടി അരുവിയിൽ നിന്നും വെള്ളം കോരിയെടുത്ത് തീയണയ്ക്കാൻ പാടുപെട്ടു. കാട്ടിലെ സകല മൃഗങ്ങളും പക്ഷികളും തങ്ങളെ കൊണ്ടാവും പോലെ തീയണയ്ക്കാൻ ശ്രമം നടത്തി. അങ്ങനെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവർ ആ തീ അണച്ചു. മൃഗങ്ങളും പക്ഷികളും ചേർന്ന് തൻ്റെ ജീവൻ രക്ഷിച്ചത് കണ്ടപ്പോൾ മോഗയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. മോഗ പറഞ്ഞു, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ദേഷ്യം എപ്പോഴും നമുക്ക് ദോഷമേ ചെയ്യൂ. സ്നേഹവും സഹകരണവുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മന്ത്രമെന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞു. അന്നു മുതൽ മോഗ ദേഷ്യം ഉപേക്ഷിച്ച് മൃഗങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായി മാറി. അതാ നോക്കൂ, പമ്മനാനിയും ഹൂഹു ജിറാഫും ചിരിച്ചു കളിച്ച് മോഗയോടൊപ്പം പറക്കുന്നത് കണ്ടോ? മോഗയുടെ പറക്കും മന്ത്രമാണത്.
ഹൈലും ഗലും 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 പറ 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 പക്ഷിയെപ്പോൾ മേക്കപ്പൊട്ടിൽ തൊട്ടിടാൻ പൊങ്ങുയരു വേഗത്തിൽ ലുങ്കലും ഗലും ഗലും ലുങ്കലും ഗലും ഗലും ലുങ്കലും ഗലും 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 ഗലും